Today we discuss about the monetary policy. Monetary policy is the process by which monetary authority of a country. Monetary policy process ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തുള്ള monetary authority ആണ്. ഓക്കെ, അപ്പോൾ ഇൻ ഇന്ത്യ നമ്മുടെ രാജ്യത്ത് സെൻട്രൽ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തുള്ള സെൻട്രൽ മോണിറ്ററി അതോറിറ്റി RBI ആണ്. So, central bank controls the money supply in the economy by its control over interest rates. അപ്പോൾ നമ്മുടെ RBI സെൻട്രൽ ബാങ്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബാങ്ക് കൺട്രോൾസ് ദ മണി സപ്ലൈ ഇൻ ദ എക്കോണമി. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് യൂണിറ്റിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ് അല്ലെങ്കിൽ RBI ആണ്. ഇനി അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ബൈ ഇറ്റ്സ് കൺട്രോൾ ഓവർ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ RBI ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടു മെയിൻറ്റെയിൻ ദ പ്രൈസ് സ്റ്റെബിലിറ്റി ഇൻ ദ എക്കോണമി. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ഓവർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ദെൻ അതിലൂടെ തന്നെ മെയിൻറ്റെയിനിങ് ദ stability in the economy, then only we have to achieve high economic growth. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് സാധ്യമാകുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മോണിറ്ററി പോളിസി ഓഫ് ദ സെൻട്രൽ ബാങ്ക് ടുവേർഡ്സ് കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ ദ കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ബോറോയിങ്സ് ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ് ഇൻ ദ എക്കോണമി. Okay, then next we continue with the monetary policy. Then monetary policy also control the inflation. അപ്പോൾ നമ്മുടെ സാമ്പത്തിക കണ്ടീഷൻസിൽ എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന ഒരു കണ്ടീഷനാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഈ പറഞ്ഞ മോണിറ്ററി പോളിസിയാണ്. ദെൻ ഇറ്റ് ഇൻവോൾവ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ മോണിറ്ററി പോളിസിയിൽ ക്രെഡിറ്റ് കൺട്രോൾ രണ്ട് രീതിയിലാണ് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ല. ഇറ്റ്സ് റോങ്. സോ യു ഹാവ് ടു കറക്റ്റ് യുവർ നോട്ട്ബുക്ക്. Not supermarket operations, that is open market operations. But you will rectify that open market operations. അപ്പോൾ ബാങ്ക് റേറ്റ് ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ RBI ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ ആൻഡ് മാർജിൻ റിക്വയർമെൻ്റ് ആണ്. ഈ രണ്ട് മെഷേഴ്സ് മുഖേനയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ RBI ചെയ്യുന്നത്. Then monetary policy is referred to as either being expansionary monetary policy and contractionary monetary policy. നമുക്ക് ഓരോന്നും എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദ എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി. എന്താണ് ഈ എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി? അപ്പോൾ എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നത്, ഈ ഒരു എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി നമ്മളുടെ സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് ടു സ്റ്റിമുലേറ്റ് ദ എക്കോണമി. നമ്മുടെ എക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഈ എക്സ്പാൻഷനറി മോണിറ്ററി പോളിസിയുടെ ടൂൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ ടൂൾസ് യൂസ്ഡ് ടു സ്റ്റിമുലേറ്റ് ദ എക്കോണമി. ദെൻ ദിസ് പോളിസി ഓൾസോ ഇൻക്രീസസ് ദ ടോട്ടൽ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കോണമി മോർ റാപ്പിഡ്ലി ദാൻ യൂഷ്വൽ. സാധാരണ ഉള്ളതിനേക്കാളും വലിയ തോതിൽ നമ്മളുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ എക്സ്പാൻഷനറി പോളിസി ഉപയോഗിക്കുമ്പോൾ അവിടെ മണി സപ്ലൈ വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസിങ് ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കോണമി മോർ റാപ്പിഡ് ദാൻ യൂഷ്വൽ. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ അൺഎംപ്ലോയ്മെൻറ്റ്. കൂടാതെ നമ്മളുടെ രാജ്യത്തുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ലോവറിങ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ഈസി ക്രെഡിറ്റ് വിൽ എൻറ്റൈസ് ബിസിനസ് ഇൻ ടു എക്സ്പാൻഡിങ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിലൂടെ ഈസി ആയിട്ട് ആളുകൾക്ക് ലോൺ അവൈലബിൾ ആകും. അപ്പോൾ ദാറ്റ് വിൽ എൻറ്റൈസ് ദ ബിസിനസ് ഇൻ ടു എക്സ്പാൻഡ്. അപ്പോൾ ആളുകൾക്ക് അവരുടെ ബിസിനസ് പുതിയതായിട്ട് ആരംഭിക്കാനും ഉള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ
ഒരുപാട് പൈസ അവൈലബിൾ ആയിരിക്കും, ഒരു ക്യാഷ് അവൈലബിൾ ആയിരിക്കും ഇൻ ദ എക്സ്പാൻഷനറി പോളിസി. ദാറ്റ് വിൽ റെഡ്യൂസ് ദ അൺഎംപ്ലോയ്മെൻറ്റ്. അത് നമ്മളുടെ തൊഴിലില്ലായ്മയെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസിയിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ദ ടൂൾസ് ഓഫ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി യൂസ്ഡ് ടു സ്റ്റിമുലേറ്റ് ദ എക്കോണമി. ദെൻ ഇറ്റ് ഇൻക്രീസ് ദ ടോട്ടൽ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കോണമി മോർ റാപ്പിഡ്ലി ദാൻ യൂഷ്വൽ. സാധാരണ ദിനത്തെക്കാളും വലിയ തോതിൽ ഇവിടെ മണി സപ്ലൈ കൂട്ടി കൊടുക്കുന്നു. ദെൻ ഈ ഒരു എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ഉപയോഗിച്ച് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ലോവറിങ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ഈസി ക്രെഡിറ്റ് വിൽ എൻറ്റൈസ് ദ ബിസിനസ് ഇൻ ടു എക്സ്പാൻഡിങ്. ഇപ്പോൾ ബിസിനസ്സുകൾ പുതിയ ബിസിനസ് ആരംഭിക്കാനും ഉള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ പോകുമ്പോൾ ദാറ്റ് വിൽ ക്രിയേറ്റ് ദ നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. വി ഹാവ് ടു control the unemployment by using the expansionary monetary policy. Then next we discuss about the contractionary monetary policy. What is contractionary monetary policy? അപ്പോൾ contractionary monetary policyയിൽ നമ്മൾ ചെയ്യുന്നത് സ്ലോ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ദ മണി സപ്ലൈ. മണി സപ്ലൈ കുറയ്ക്കുന്നു. എക്സ്പാൻഷനറി നമ്മൾ മണി സപ്ലൈ കൂട്ടി, ഇനി കോൺട്രാക്ഷണറി പോളിസി ഉപയോഗിക്കുമ്പോൾ നമ്മൾ മണി സപ്ലൈ കുറയ്ക്കുന്നു. അപ്പോൾ മണി സപ്ലൈ കുറയ്ക്കുമ്പോൾ ഇറ്റ് സ്ലോ ദ എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ മണി സപ്ലൈ കുറയ്ക്കുമ്പോൾ അത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറയ്ക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് ദ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മണി സപ്ലൈ കുറയ്ക്കുന്നു. അപ്പോൾ നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് തന്നെ കുറയ്ക്കുന്നു. ദെൻ ഇറ്റ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ ദാറ്റ് വിൽ ലീഡ് ടു അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ലോണിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. മണി സപ്ലൈ കുറഞ്ഞു, അപ്പോൾ ലോണിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആരംഭിക്കാനോ അവരുടെ ഡെവലപ്മെൻറ്റിനോ ക്യാഷ് അവൈലബിൾ ആയിരിക്കില്ല. സോ ദാറ്റ് വിൽ ലെഡ് ടു ദ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അവർ കൺട്രി. അതുകൂടാതെ അൺഎംപ്ലോയ്മെൻറ്റ് മാത്രമല്ല, ഡിപ്രസ്ഡ് ബോറോയിങ്സും ആൻഡ് സ്പെൻഡിങ്ങും ആയിരിക്കും. ഡിപ്രസ്ഡ് ബോറോയിങ്സ് ആൻഡ് സ്പെൻഡിങ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്. അതായത് ഇൻഡിവിജ്വൽസ് ആണെങ്കിലും ഫേംസ് ആണെങ്കിലും അവരുടെ ബോറോയിങ്സും സ്പെൻഡിങ്ങും വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത് ദ എബവ് റിസൾട്ട്സ് ഇൻ ദ എക്കണോമിക് റെസഷൻ. അപ്പോൾ നമ്മളെ റെസഷൻ സ്റ്റേജിലേക്ക്, നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ റെസഷൻ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇതാണ് മോണിറ്ററി പോളിസിയുടെ മീനിങ്ങിൽ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.